ഹലോ, ഇന്നൊരു ഷ്രഗ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. ചെറിയ ഷ്രഗാണ് കേട്ടോ ഇത്. നമുക്കിതുപോലുള്ളൊരു ടോപ്പിനൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഷ്രഗാണ്. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പമാണ് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്നുള്ളത് നോക്കാം. ഇത് വേറൊരു ഷ്രഗാണ്. ഇതിൻ്റെ മെഷർമെൻറ്റിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ മറച്ചെടുക്കുക. മറച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ മടക്കി എടുക്കുകയാണ് വേണ്ടത്. പിന്നെ സ്റ്റിച്ച് ചെയ്യേണ്ട മെറ്റീരിയൽ എടുക്കുക, ഇതേപോലെ മടക്കി എടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒന്ന് മടക്കുക, 4ആയിട്ട് മടക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ അളവ് ഡ്രസ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അളവ് ഡ്രസ്സ് വെച്ചതിന് ശേഷം ഇവിടെ ഈ തയ്യൽ തുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ തയ്യൽ തുമ്പ് നോക്കിയിട്ട് തയ്യൽ തുമ്പിൻ്റെ നേരെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. താഴെയും ഇതുപോലെ ആ തയ്യൽ തുമ്പ് നോക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആം ഹോൾ വരച്ച് കൊടുക്കാം. ഈ മാർക്ക് ചെയ്ത് നേരെ വരച്ച് കൊടുക്കുക, അതുപോലെ താഴോട്ടും മാർക്ക് ചെയ്ത് വരച്ച് കൊടുക്കുക. ഇതേപോലെ തന്നെ കർവ് ചെയ്ത് വരച്ച് കൊടുക്കുക. നമ്മൾ ആം ഹോൾ ഇപ്പോൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഇതേപോലെ തന്നെ നിവർത്തി വെച്ചതിന് ശേഷം സൈഡ് ഒന്നിന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി കഴുത്ത് മാർക്ക് ചെയ്യണം. കഴുത്ത് മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഉള്ള കഴുത്തിനെക്കാട്ടും കുറച്ച് കയറ്റിയിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ മടക്കി അടിക്കുമ്പോൾ കഴുത്തല്ലെങ്കിൽ വല്ലാണ്ട് കൂടിപ്പോകും. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഷോൾഡറാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചാൽ മുകളിലേക്ക്, ബാക്ക് വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വയ്ക്കുക. ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഷോൾഡർ നമ്മളെപ്പോഴും അറ്റാച്ച് ചെയ്യുമ്പോൾ ചിരിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് ചിരിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താലും മതി. ഇതേപോലെ ചിരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. 2 ഷോൾഡറും അറ്റാച്ച് ചെയ്തെടുക്കാം. 2 ഷോൾഡറും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെൻട്രൽ പോർഷൻ കട്ട് ചെയ്തെടുക്കണം. സെൻട്രൽ പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് പോർഷൻ ഒപ്പത്തിന് ഇതേപോലെ ഇങ്ങനെ മടക്കി വയ്ക്കുക. മടക്കി വെച്ചതിന് ശേഷം ടേപ്പിൽ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഓപ്പൺ ചെയ്തിട്ടുള്ള ഈ ഭാഗം ഇതേപോലെ ഇങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ 2 പീസാണ് എടുത്തിരിക്കുന്നത്. 2 പീസ് ഇതുപോലെ തന്നെ മടക്കി വയ്ക്കുക. മടക്കിയതിന് ശേഷം ഇത് ഒപ്പത്തിന് വരുന്ന രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് നെക്കിൽ വെക്കാവുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മെഷർമെൻ്റ് ഒന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സെൻറ്ററിൽ ഇതുപോലെ ഒന്നിങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 സൈഡും ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ 2 സൈഡ് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അടിവശം ഇങ്ങനെ മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു പീസിന് നെക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നല്ല വശത്താണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. മറച്ച് അടിക്കാനുള്ളതാണ്. ഇതേപോലെ വെച്ചതിന് ശേഷം അതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ നിവർത്തിയായിട്ട് ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്ന പീസ് ഉള്ളിലോട്ട് ആക്കിയതിന് ശേഷം ഇതിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി 2 സൈഡും നമുക്കിനി സ്റ്റിച്ച് ചെയ്തെടുക്കാം. സൈഡ് 2 സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അടിവശം ഇതേപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി സ്ലീവിൻ്റെ പോർഷൻ അങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ സ്ലീവ്ലെസ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്ലീവ് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതാണ് ഷ്രഗിൻ്റെ ഫൈനൽ ലുക്ക്. വളരെ എളുപ്പമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.